ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഓഗസ്റ്റ് 24, ഒന്നാമത്തെ വായനാഭാഗം രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം 19-ാം അധ്യായം. നമ്മൾ ഇന്നലെ 18-ാം അധ്യായത്തിൽ ദൈവം ഏലിയാവിലൂടെ ചെയ്ത വലിയ പ്രവൃത്തി, നനഞ്ഞ വിറകും നനഞ്ഞ ഭൂമിയും ദൈവത്തിന് തീ ഇറങ്ങി കത്തിക്കുന്നതും, അതിനുശേഷം അശേരായുടെ പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ ഏലിയാവിൻ്റെ കൽപ്പനയാൽ കൊല്ലുന്നത് നമ്മൾ കണ്ടു. ഈ വിവരം വീട്ടിൽ ചെന്ന് ആഹാബ് തൻ്റെ ഭാര്യ ഇസബലിനോട് പറഞ്ഞു. ഇസബൽ എന്ത് ചെയ്തെന്നറിയാമോ? ഇസബൽ ഏലിയാവിൻ്റെ അടുക്കൽ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നാളെ ഞാൻ നിന്നെ ഈ നേരത്ത് മുമ്പ് നിന്നെ കൊന്നുകളയും എന്ന് പറയുന്നു. അങ്ങനെ നിന്നെ കൊന്നില്ലെങ്കിൽ അവരിൽ ഒരുത്തനെ പോലെ എന്നെയും ആക്കട്ടെ. ആരാ? ഈ കൊല ചെയ്യപ്പെട്ടവരെ പോലെ എന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് വിവരം അറിഞ്ഞു. എന്നിട്ട് തൻ്റെ ബാല്യക്കാരനെ ബേർഷേബിൽ പാർപ്പിച്ചിട്ട് ഒരു ദിവസത്തെ വഴിദൂരം ചെന്ന് മരുഭൂമിയിലൊരു ചൂരച്ചെടി എടുത്താണെങ്കിൽ ഇരുന്ന് മരിക്കാൻ ഇച്ഛിച്ചു. അത് എന്തായാലും നാളെ ഈ സമയത്തിന് മുമ്പ് എന്നെ കൊല്ലും, അപ്പോൾ ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് പോയി പറയുകയും ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയും ചെയ്യണം. എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനൊന്നും അല്ലല്ലോ. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു ദൂതം വന്ന് തട്ടി ഉണർത്തിയിട്ട് നീ കഴിക്കാൻ പറയും, ആഹാരം കഴിക്കാൻ പറയും. നോക്കുമ്പോഴത്തേക്ക് കനലിലൊരു ചുട്ട അടയും വെള്ളമൊക്കെ ഇരിക്കുന്ന കണ്ടു. അതെടുത്ത് കുടിച്ചു, വീണ്ടും കിടന്നുറങ്ങി. അപ്പോൾ രണ്ടാമതും കുറച്ച് കഴിഞ്ഞിട്ട് ദൂതം വന്ന് തട്ടി ഉണർത്തി, നിനക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്, എഴുന്നേറ്റ് തിന്നു കുടിച്ചു. അത് വീണ്ടും എഴുന്നേറ്റ് ആഹാരം കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം എത്തി. ഈ ഹോറേബ് നമുക്കറിയാം, മോശയോട് ദൈവം ആദ്യം അവർ തമ്മിലുള്ള സമാഗമത്തിൽ ഈ ഹോറേബ് അവിടെ പറയുന്നുണ്ട്. അടയാളം എന്തെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പം ഈ പർവ്വതത്തിൽ എന്നെ ആരാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഹോറേബാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് അവിടെ ആരാധന ചെയ്യുന്നുമുണ്ട്. ആ ഹോറേബ് പർവ്വതത്തിൽ മിസ്രൈമിൽ നിന്ന് 430 വർഷത്തെ പ്രവാസം കഴിഞ്ഞിട്ട് തിരിച്ച് അവിടുന്ന് മടങ്ങി കനാൻ ദേശത്തേക്ക് വരുന്ന വഴിക്ക് ഈ ഹോറേബിൽ വെച്ച്, ആ ഹോറേബിലാണ് ഇദ്ദേഹം ഇപ്പോൾ എത്തിയത്. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയിൽ കയറി അവിടെ ഇരുന്ന് ഒളിച്ചിരുന്നു. അപ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം അവിടെ കേട്ടു. ഏലിയാവ്, നിനക്കിവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ്, ഇസ്രായേൽ മക്കൾ നിൻ്റെ നിയമത്തെയൊക്കെയും ഉപേക്ഷിച്ച് നിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, നിൻ്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു, ഞാനൊരുത്തം മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്താൻ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഓടി ഇവിടെ ഇത്രയും ദൂരം വന്ന് ഞാൻ വിളിച്ചിരിക്കുന്നത്. എന്നെ അവർ കൊല്ലും. നീ പുറത്ത് വന്ന് യഹോവയുടെ പർവ്വതത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ പറയും. അപ്പോൾ അവിടെ ഒരു വലിയ കൊടുങ്കാറ്റ് കടന്നുപോയി അവിടെ ഉണ്ടായിരുന്ന പാറകളെയൊക്കെ തകർത്തു. അതിനുശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. അതിനുശേഷം തീ ഉണ്ടായി. ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്നത്, ഇതിലൊന്നും യഹോവ ഇല്ലായിരുന്നു എന്നാണ് വായിക്കുന്നത്. തീയ്ക്ക് ശേഷം ഒരു മൃദുവായൊരു ശബ്ദം ഉണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് മുഖംമൂടിക്കൊണ്ട് പുറത്ത് വന്ന് ഈ ഗുഹയുടെ പുറത്ത് വന്ന് നിന്നു. അപ്പോഴും വീണ്ടും ഈ ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് ഇവിടെ എന്ത് കാര്യം? അപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞ്, ഞാൻ ദൈവത്തിന് വേണ്ടി ഒരുപാട് ശുഷ്കാന്തിയോട് പ്രവർത്തിച്ചു, പക്ഷേ അവരിതൊന്നും കേൾക്കുന്നില്ല. അവർ എന്ന് പറയുമ്പം ഇസ്രായേൽ ജനം മൊത്തമായിട്ടാണ് ഈ വാക്കുകളിലെല്ലാം വരുന്നത്. അങ്ങനെയാണ് ഒരു പൊതുവായിട്ട് കാണുമ്പം ആ ദേശത്ത്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ദേശത്ത് ഒരിടത്തും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവരെ കാണാൻ കഴിയുന്നില്ല. കാണുന്ന കാഴ്ചകളെല്ലാം ഈ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതും അതിൻ്റെ പുറകെ പോകുന്നതും രാജാവ് പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നതും, അവിടെ അതിൻ്റെ ദർശനമേ അതേ കാണാനുള്ളൂ ആ ദേശത്തെല്ലാം. അപ്പം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇത് ഒരു ശരിയായ കാര്യവുമാണ്. എല്ലാ ജനവും തെറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലും അതുപോലെ തന്നെ നമുക്ക് വായനയിലും ഒക്കെ കാണുന്നത്. വീണ്ടും അവിടെ പറയുന്നുണ്ട്, അവരെന്നെ കൊല്ലുവാൻ നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവിടെ വന്ന് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പറയും, നീ ഒരു കാര്യം ചെയ്യും, ഈ ദമ്മേശക്കിൻ്റെ മരുഭൂമിയിലൂടെ നീ അങ്ങോട്ട് ചെല്ലുക. നീ അവിടെ ചെല്ലുമ്പോഴത്തേക്ക്
അരാമിന് ഹസായൽ എന്നൊരുത്തനെ കാണും. അവനെ നീ അരാം എന്ന അരാം ദേശത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. നിംഷിയുടെ മകനെ യേഹുവിനെ കാണും. യേഹുവിനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യും. ഇതൊക്കെ വലിയ ഒരു വിപ്ലവപരമായ കാര്യമാണ്. കാരണം ഒരു രാജാവ്, ആഹാബ് എന്നൊരു രാജാവ്, ആ രാജാവിനേക്കാൾ ശക്തയായ ഒരു ഭാര്യ, ഈ ഇസബേൽ, ആഹാബ് മാത്രമേ ഉള്ളൂ ഇസ്രായേലിൽ ഉള്ള മനുഷ്യൻ. ഈ ഇസബേൽ എന്ന് പറയുന്നത് സീദോനിലെ രാജാവിൻ്റെ മകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആഹാബിനോട് പോലും ചോദിക്കാതെ ദൂതനെ ഏലിയാവിൻ്റെ അടുക്കിലേക്ക് വിട്ടത്. അപ്പോൾ അത്രയും പവറുള്ള സ്ത്രീയാണ്. നമുക്ക് നോക്കുമ്പം ഈ ആഹാബിനേക്കാളും പവറുണ്ട് ഈ സ്ത്രീക്ക്, അല്ലെങ്കിൽ ഈ ഇസബെലിന്. അപ്പോൾ ആ ഇസബെലിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രാജാവിനെ മാറ്റിയിട്ട് വേറൊരാളെ, നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അപ്പോൾ അത്രയും ഒരു രാജ്യത്ത് ഒരു വലിയ പ്രശ്നമുണ്ടാകുന്ന ഒരു സംഗതിയാണ് ചെയ്തത്. പക്ഷെ ദൈവം അത് പറയുകയാണ് അങ്ങനെ ചെയ്യണമെന്ന്. അവിടുന്ന് നിനക്കെന്തായാലും മരിക്കാനിരിക്കുകയാണല്ലോ, അപ്പോൾ നീ നിന്റെ ശുശ്രൂഷയുടെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ് ദൈവം അവിടെ പറയുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സാഫാത്തിൻ്റെ മകനായ ഏലിയശായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അയക്കുന്നത്. എന്നിട്ട് ദൈവം പറയുന്നത്, ഹസായലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നതിന് യേഹു കൊല്ലും, യേഹുവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നതിന് ഏലിശാ കൊല്ലും. എന്നാൽ മാലിന്യം അടക്കാത്ത, ചുംബനവും ചെയ്യാത്ത വായുള്ളവരായി 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോൾ ഒറ്റയൊരുത്തൻ പോലും ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല. എല്ലാവരും അന്യദൈവങ്ങളുടെ പുറകെ പോകാണെന്ന് പറയുമ്പോഴും ദൈവം അവിടെ പറയും, ഞാൻ 7000 പേരെ അവിടെ എനിക്കായിട്ട് ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പം ഇത് എല്ലാ കാലത്തും ദൈവം ഇതിൻ്റെ വചനം തന്നെ പറയുന്നത്, എല്ലാ കാലത്തും ഞാനൊരു ശേഷിപ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാ കാലത്തും ഒരു ശേഷിപ്പുണ്ട്. നമ്മൾ അടക്കം പറഞ്ഞ് ഒരുമിച്ച് എല്ലാവരും തെറ്റിപ്പോയി എന്ന് പറയുമ്പോഴും ഒരു ശേഷിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോഴും എല്ലാം തെറ്റിക്കിടക്കുകയാണല്ലോ. എല്ലാം നശിച്ചു, അല്ലെങ്കിൽ എല്ലാം തെറ്റായ വഴിയില്ല, എല്ലാം ആഡംബരത്തിൻ്റെ പുറകെ, എല്ലാം പ്രലോഭനങ്ങളുടെ പുറകെ, എല്ലാം പണത്തിൻ്റെ പുറകെ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ കാലത്തിലും ഒരു ശേഷിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏലീശായെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഏലീശ അവിടെ 12 കാളെ പൂട്ടി ഉഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കർഷകനാണ് എന്നൊക്കെ മനസ്സിലാക്കാം. അത്രയും ശക്തനായ, അത്രയും ഒരു കാളയോടുകൂടെ നിന്ന്, കാളയെ പൂട്ടിയിട്ട് നിൽക്കുകയല്ലോ, ഒരു കാളയുടെ കൂടെ അദ്ദേഹം തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ചെന്ന് പുതപ്പ് എലീശിൻ്റെ പുറത്തോട്ടിടുന്നു. അപ്പം തന്നെ എലീശിൻ്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ എലീശയിലേക്ക് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ വരുന്നു. അത് പുതപ്പെന്ന് പറയുന്നത് അഭിഷേകത്തിൻ്റെ പുതപ്പ്, അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ നമുക്കതിനെ കാണാം. ആ പുതപ്പ് ഇട്ടപ്പോഴത്തേക്ക് കാളയെ വിട്ടിട്ട് ഏലിയാവിൻ്റെ പുറകെ ഓടുന്ന എലീശയാണ് കാണുന്നത്. അപ്പോൾ അതേ ഒരു കാര്യം പറഞ്ഞ്, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയൊക്കെ യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറയാണ്. ശരി, പക്ഷേ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് നീ ഓർക്കാം. അങ്ങനെ പിന്നെ അച്ഛനെ അപ്പനെയും അമ്മയും കാണാൻ പോയില്ല. അപ്പോൾ അതിലൊരു കാളയെ തന്നെ പിടിച്ചറുത്ത് അതിൻ്റെ മരക്കോപ്പ് കൊണ്ട് തന്നെ മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു തിന്നു. അവർ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് ശുശ്രൂഷ. അന്ന് മുതൽ ഏലിയാവിൻ്റെ ശുശ്രൂഷകനായി തീരുകയാണ് എലീശ. എലീശയുടെ പിന്നുള്ള കാലം നമുക്ക് പുസ്തകം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ഏലിയ പ്രവാചകനേക്കാളും ശക്തനായ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ശക്തനായ ഒരു പ്രവാചകനായി, അല്ലെങ്കിൽ ഒരു നേതാവായി നിൽക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അത്ര ശക്തനായ ദൈവത്തിൻ്റെ പക്ഷത്ത്. അത് ഏലിയാവിൻ്റെ ശിക്ഷണവും ഏലിയാവിൻ്റെ കൂടെ നടന്ന് താൻ ഏലിയാവിലൂടെ കാണുന്ന ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും ഏലിയാവിൻ്റെ ക്വാളിറ്റിയും ഏലിയാവിൻ്റെ ജീവിത രീതികളും ഏലിയാവിൻ്റെ ഭക്തിയും ഒക്കെ എലീശായെ രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ നേരത്തെ കണ്ടില്ല, അതൊരു കർഷകനായി കാളകളുടെ കൂടെ കാളയോട് നിന്ന് താനും ഒരു കാളയാണെന്ന രീതിയിൽ തന്നെ വയലിൽ പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ആ ഒരു രൂപാന്തരം നമ്മൾ പിന്നീട് കാണുന്നത്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 45 46 അധ്യായങ്ങൾ. 45 അധ്യായം നമ്മൾ കാണുന്നത്, ഇത് നടക്കുന്നത് യഹോയാക്കീമിൻ്റെ 4-ാം ആണ്ട്. യഹോയാക്കീം എന്ന് പറയുന്നത് യോശിയ രാജാവായ യഹൂദ രാജാവായ യോശിയാവിൻ്റെ മക്കളിൽ ഒരാളാണ്.
ഈ യഹോയാക്കീം. ആ രാജാവിൻ്റെ 4-ാമത്തെ ആണ്ടിലാണ്. അവിടെ ബാരൂക്കിനോട് പറഞ്ഞ് ബാരൂക്കിനെ കൊണ്ട് എഴുതിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അത് എഴുതിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എഴുതിപ്പിച്ച വചനങ്ങളാണ് നമ്മൾ ഇനി താഴോട്ട് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ബാരൂക്കിനോട് പറയുന്നുണ്ട്, ബാരൂക്കെ, നിന്നോട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു, അയ്യോ കഷ്ടം, ഞാൻ എൻ്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു, ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ എന്ന് നീ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പണിതത്, ഇസ്രായേലിനെ യഹോവയൊക്കെ പണിതത് ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ അത് ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയും, ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയും, ഭൂമിയിലെങ്ങും അത് അങ്ങനെ തന്നെ. എന്നാൽ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കരുത്, ഞാൻ സർവ്വജനത്തിനും അനർത്ഥം വരുത്തും. അപ്പം അതിൽ നിന്ന് ആരും തെറ്റിപ്പോകുന്നില്ല. യിരെമ്യാ പ്രവാചകനായാലും ദാനിയേലായാലും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, അതുപോലെ മൊർദെഖായി, എല്ലാവരും ആ ഇതിലേക്ക് പോകാൻ ഇടയാവും. അവിടുന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും. അത് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലവനും ചീത്തവനൊന്നും അങ്ങനെയൊന്നുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരും അന്വേഷിക്കാത്തവരൊന്നുമില്ല. എല്ലാവരും ഈ പറഞ്ഞ അനർത്ഥത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. പക്ഷേ നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നും നീ അവനോട് പറയണം. അപ്പം ഇത് യിരെമ്യാവിനോടുള്ള തന്നെ ദൈവത്തിൻ്റെ വചനമാണ്, ബാരൂക്കിനോടുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ദാനിയേലിനെ പോലെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോയെ പോലെ, മൊർദെഖായിയെ പോലെ ആ കാലത്തുണ്ടായിരുന്ന എല്ലാ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും പറയാനും കേൾക്കാനും അല്ലെങ്കിൽ അരുളപ്പാട് ലഭിക്കുന്ന വചനം തന്നെയാണിത്. അവർക്കെല്ലാവർക്കും പോകണം, ആ പ്രവാസത്തിലേക്ക് പോകണം. പക്ഷെ അവിടെ നിങ്ങൾ പട്ടുപോകത്തില്ല, അവിടെ നിന്ന് നശിച്ചു പോകത്തില്ല, നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇനി 46-ാമത്തെ അധ്യായം മുതൽ നമ്മൾ 46-ാം അധ്യായമാണ് നമ്മൾ നോക്കുന്നത്. അവിടെ തുടങ്ങി വായിക്കുന്നത് ഈ എഴുത്തുകളാണ്. ബാരൂക്കിൻ്റെ എഴുത്താണ് നമ്മളിവിടെ വായിക്കുന്നത്, തുറന്ന് വായിക്കുന്നത്. ബാരൂക്ക് എഴുതിയ എഴുത്തുകളാണ് വായിക്കുന്നത്. അവിടെ ജാതികളെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ ദൈവത്തിൻ്റെ അരുളപ്പാട് ബാരൂക്ക് എഴുതിയതാണ്. ആദ്യം നമ്മൾ വായിക്കുന്നത് മിസ്രൈമിനെ കുറിച്ചുള്ള അരുളപ്പാടാണ്. അപ്പോൾ മിസ്രൈം എന്ന് പറയുന്നത് നമുക്കറിയാം ഈജിപ്റ്റ് ആണ്. ആ മിസ്രൈമിനെ കുറിച്ചുള്ള അരുളപ്പാടാണ് എഴുതുന്നത്. അത് പറയുന്നത് ഫ്രാത്ത് നദീതീരത്ത് കർക്കമേശിൽ ഉണ്ടായിരുന്നതും ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യോശിയാവിൻ്റെ മകനായ യഹൂദ രാജാവായ യഹോയാക്കീമിനെ 4-ാം ആണ്ടിൽ തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫറവോൻ നെഖോ എന്ന മിസ്രൈം രാജാവിൻ്റെ സൈന്യത്തെക്കുറിച്ചുള്ളത് തന്നെ. അപ്പം അവർ വളരെ ശക്തന്മാരും ഒരുപാട് രാജ്യങ്ങളെ പിടിക്കുകയും അതുപോലെ ഇസ്രായേലിനെ 430 വർഷക്കാലം പ്രവാസത്തിൽ വെച്ചിരിക്കുകയും ഒക്കെ ചെയ്ത വലിയ ശക്തന്മാരായ, സൈന്യബലമുള്ള, വലിയ ലോകത്തിൻ്റെ മധ്യേ ബഹുമാനിതരായ ആൾക്കാരാണ് ഈ പറഞ്ഞ മിസ്രൈം എന്ന് പറഞ്ഞ രാജ്യം, സമൂഹം. അവിടെയാണ് നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ ബാബേൽ രാജാവ് നെബൂഖദ്നേസർ വന്ന് മിസ്രൈം ദേശത്തെ ജയിക്കുന്നതിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ യഹോവ കൽപ്പിച്ച അരുളപ്പാട് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നോഫ്, തബ്ഹനേസ് ഒക്കെ അവിടുത്തെ വലിയ പട്ടണങ്ങളാണ്, മിഗ്ദോലൊക്കെ. അവിടെയൊക്കെ അത് പ്രസിദ്ധമാക്കുകയാണ് ഈ കാര്യം. അപ്പോൾ അവിടെ അവർക്ക് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നതിനെക്കുറിച്ച്, അപ്പോൾ അവർക്ക് ബാബേൽ രാജാവായ നെബൂഖദ്നേസറും തുടർന്നുള്ള രാജാക്കന്മാരുടെയും ഒക്കെ ശരിക്കും പ്രധാനമായും നെബൂഖദ്നേസർ തന്നെയാണ്. അവർ പിന്നെയും വേറെ രാജാക്കന്മാർ അവരെ തോൽപ്പിക്കുന്നുണ്ട്. അപ്പം ഈ കാലങ്ങളിൽ ഈ മിസ്രൈം എന്ന് പറയുന്ന ദേശം പണ്ടുണ്ടായിരുന്ന പ്രതാപത്തെയൊക്കെയും നഷ്ടപ്പെട്ട്, അവിടെ പറയുന്നത് വടക്ക് നിന്ന് ഈച്ച അതിന്മേൽ വരുന്നു എന്നാണ്. അവിടെ ഈച്ച എന്ന വാക്ക് നമ്മളത് പരിശോധിക്കുമ്പം നാശം, ഡിസ്ട്രക്ഷൻ എന്ന വാക്കാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വടക്ക് നിന്ന് എന്ന് പറയുമ്പോൾ വടക്ക് ദേശത്താണ് ഏതിരിക്കുന്നത്, ഈ പറഞ്ഞ കൽദയ ദേശം ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ബാബേൽ രാജാവ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നവർക്ക് നാശം വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. അവസാനം എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഇസ്രായേലെ നീ ഭ്രമിക്കണ്ട, ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസ ദേശത്ത് നിന്ന് രക്ഷിക്കുക. അപ്പോൾ പ്രവാസത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ നാശത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഞാൻ സ്വസ്ഥമായി ഇരുത്തും, നിങ്ങളെ മടക്കി വരുത്തും, നിങ്ങളെ ആരും ഭയപ്പെടുത്തുകയില്ല. എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇതൊക്കെയും
കാലഘട്ടം നമുക്കറിയാം, ഏറ്റവും തെറ്റി നിൽക്കുന്ന, ഇസ്രായേൽ ഏറ്റവും തെറ്റി നിൽക്കുന്ന കാലങ്ങളിലൊന്നാണ്. അതിൻ്റെ അവസാന കാലത്തിലേക്കാണ്. ഈ യഹോയാക്കീം കഴിഞ്ഞ്, യഹോയാക്കീനും കഴിഞ്ഞ് സിദക്യാവും കഴിയുമ്പോഴത്തേക്ക്, സിദക്യാവിൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ, സിദക്യാവിൻ്റെ ആ ചെറിയ കാലത്ത് തന്നെ ഇത് ഈ പറഞ്ഞ യഹൂദായും കൂടെ നശിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അവിടെ അതുകൊണ്ട് ആ രണ്ട് രാജ്യങ്ങളും തീരുകയാണ് അവിടെ വെച്ച്. രാജ്യം പിന്നില്ല, രാജ്യത്വം പിന്നില്ല, അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചിതറിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോഴും അവിടെയും യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം ബാരൂക്കിലൂടെ എഴുതി വച്ചിരിക്കുന്നത്, നമ്മളിന്ന് വായിക്കുന്നത്, അന്ന് ആ ഇസ്രായേലിനോട് അല്ലെങ്കിൽ യഹൂദയോട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും, നീ ധൈര്യമായിരിക്കുക. പക്ഷേ അവിടെ ഒരു കാര്യം പറയുന്നത്, ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല. അത് നമ്മളും ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ഈ ഭൂമിയിൽ നമ്മൾ അതിൻ്റെതായ ശിക്ഷ അനുഭവിച്ച് തന്നെ പോകേണ്ടവരാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടാകും. പക്ഷെ അങ്ങനെ ശിക്ഷ ചെയ്ത് നീതിമാന്മാരാക്കിയാൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിൽ നമ്മളെല്ലാവരും കുറ്റവിമുക്തരായി നീതിമാന്മാരായി ഒക്കെ നിൽക്കേണ്ട, അല്ലെങ്കിൽ അതിനകത്ത് പ്രവേശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ കൊള്ളരുതാത്തവനെയും കുറ്റക്കാരെയും കുറ്റം നിലനിർത്തിക്കൊണ്ട് ദൈവത്തിന് പ്രവേശിപ്പിക്കാനൊക്കെയില്ല. അപ്പോൾ അവിടെ അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം തന്നെ നമ്മുടെ കുറ്റങ്ങൾക്കും ഒക്കെയും ന്യായമായ ശിക്ഷ ലഭിക്കും എന്നൊരു സൂചന കൂടെ, എന്നൊരു അറിവ് കൂടെ നമുക്ക് ഈ വായനാഭാഗത്തിൻ്റെ അവസാനത്തിൽ ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ വായനാഭാഗങ്ങൾ 1 കൊരിന്ത്യർ 4-5 അധ്യായങ്ങൾ. സഭ സ്ഥാപിച്ച് മടങ്ങി വന്ന് കുറച്ച് നാൾക്ക് ശേഷം ആ സഭയെ സംബന്ധിച്ച് കേൾക്കുന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ, ഈ അധ്യായങ്ങളിലൊക്കെ ഈ ചില കാര്യങ്ങൾ പറയുന്നത്. അവർ മറ്റുള്ളവരെ വിധിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നത്. മറ്റുള്ളവരെ വിധിക്കുന്നത് നിങ്ങളല്ല, കർത്താവാണ് മറ്റുള്ളവരെ വിധിക്കുന്നത്. അപ്പോൾ ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നവർ വിശ്വസ്തരായിരിക്കണമെന്നതാണ്. പക്ഷേ മനുഷ്യർ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ എന്നെ വിധിക്കുന്നത് എനിക്ക് വലിയ ചെറിയ കാര്യം, ഞാനതിന് വലിയ കാര്യമായിട്ട് എണ്ണുന്നില്ല. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല, കാരണം ഞാൻ ദൈവത്തിന് വിട്ടിരിക്കുന്ന കാര്യമാണ്. കർത്താവ് വരുമ്പോഴും സമയത്തിന് മുമ്പ് ഒന്നും വിധിക്കരുത്. അപ്പം ആരെന്ത് വിധിച്ചാലും അവസാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായവിധിയുടെ മുമ്പിൽ വരുമ്പോൾ അന്നാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓരോരുത്തരും പുകഴ്ചയാണെങ്കിൽ പുകഴ്ച, ശിക്ഷയാണെങ്കിൽ ശിക്ഷ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് മറ്റുള്ളവരെ കുറ്റം വിധിപ്പാനൊന്നും നടക്കരുത്. മറിച്ച് അവനവൻ്റെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലും അവനവൻ്റെ പ്രവൃത്തികളിലും നോക്കുക എന്നുള്ളതാണ് ഒന്നാമത് വരുന്ന ഉപദേശം. രണ്ടാമത്തെ പാരഗ്രാഫിൽ ചിലരൊക്കെ വലിയ ആളുകളായി, സത്യം പറഞ്ഞു, സഭ സ്ഥാപിച്ചു, വിശ്വാസത്തിൽ നടക്കുന്നു ഒക്കെ ആയപ്പോൾ ചിലരങ്ങ് തൃപ്തരായി, ഞങ്ങൾ തികഞ്ഞവരായി, ഈ ദൈവകാര്യത്തിൽ സമ്പന്നരായി. അവിടെ പറയുന്നത് ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി മാറിയെന്നാണ്. അപ്പം പൗലോസ് അപ്പോസ്തലനെയും അതുപോലെ ഈ വിശ്വാസത്തിലേക്ക് നടത്തുന്നതിന് ബാക്കി സഹായിച്ച ആൾക്കാരെയൊക്കെ ഇല്ലാതെ അവർ സ്വയം പര്യാപ്തമായി എന്ന് പറഞ്ഞാൽ അതൊരു നല്ല വാക്കാണ്. പക്ഷെ ഒരിക്കലും സ്വയം പര്യാപ്തമായി എന്നല്ല, അങ്ങനെയില്ലല്ലോ. ഇതൊരു കൂട്ടായ്മയിലൂടെയും പരസ്പര സ്നേഹത്തിലൂടെയും വീണ്ടുമുള്ള പഠിച്ചവരിൽ നിന്ന് തന്നെ വീണ്ടും പഠിച്ച കാര്യങ്ങളെ കേൾക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ ഇൻഡിപെൻഡൻ്റായി, ഞാൻ സ്വയം പര്യാപ്തമായി, എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നോക്കാനറിയാം, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന മനോഭാവം ഒരിക്കലും ഈ വിശ്വാസ ജീവിതത്തിന് അത് ശരിയായ കാര്യമല്ല. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അവർക്ക് ചിലർക്ക് ഇവരെ പഠിപ്പിച്ചവരെ തന്നെ അത്ര പോരാ, അവരെക്കാൾ മിടുക്കരായി എന്ന് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു എങ്കിൽ ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. ഇതൊക്കെ പറയുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ശരി, അങ്ങനെ ആയിരുന്നോട്ടെ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു.
സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെ അഴുക്കായി തീർന്നു. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമില്ല. അതൊക്കെ ഒരു പ്രിവിലേജ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു മാനമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ കാണുന്നത്. എന്നിട്ട് അടുത്ത 3-ാമത്തെ പാരഗ്രാഫിൽ, നിങ്ങളെ നാണിപ്പാനല്ല എൻ്റെ പ്രിയമക്കൾ എന്ന പോലെ ബുദ്ധി പറഞ്ഞു തരികയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ക്രിസ്തു യേശുവിൽ ഞാനല്ലേ നിങ്ങളെ ജനിപ്പിച്ചത് സുവിശേഷത്താൽ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അപ്പൻ്റെ സ്ഥാനത്താണ് ഈ ദൈവ സുവിശേഷം സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഉറപ്പും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഉപദേശമൊക്കെ തരാൻ ഞാൻ തിമോത്തിയോസിനെ നിങ്ങളുടെ ഇടയിൽ അയച്ചിട്ടുണ്ട്. അവനെങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് തന്നെ ക്രിസ്തുവിൽ എൻ്റെ വഴികൾ, അത് നിങ്ങളോടും എല്ലായിടത്തും പറയുന്നത് തന്നെ നിങ്ങളോടും പറയും എന്ന് പറയുകയാണ്. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ എത്രയാകുന്നു. നിങ്ങൾക്ക് ഏത് വേണം? ഞാൻ വടിയോടുകൂടി സ്നേഹത്തിലും സത്യാത്മാവിലും നിങ്ങളുടെ അടുക്കൽ വരുന്നതാണോ, അതോ മറ്റ് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ അടുക്കൽ വരുന്നതാണോ? ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോടുള്ള വെറുപ്പോടും നിങ്ങളോടുള്ള ഈർഷ്യയോടും നിങ്ങളോടുള്ള ശിക്ഷിക്കാനുള്ള മനസ്സോടും വരുന്നതാണോ, അതോ അല്ലാതെ സ്നേഹത്തോടെയൊക്കെ വരുന്നതാണോ നിങ്ങൾക്ക് ഹിതം എന്നുള്ളത്. ഇനി 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ദുർനടപ്പിനെക്കുറിച്ച്, ഒരുവൻ അവൻ്റെ അപ്പൻ്റെ ഭാര്യയോടുകൂടി ജീവിക്കുന്നു. അത് ജാതികളുടെ ഇടയിൽ പോലും കേൾക്കാത്തൊരു കാര്യം. പക്ഷെ നിങ്ങളത്, അങ്ങനെയൊക്കെ പലയിടത്തൊക്കെ സംഭവിക്കാം, പക്ഷെ നിങ്ങളത് അനുവദിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സഭയുടെ കുറ്റം. അങ്ങനെയുള്ളവനെ നമ്മൾ കൂടെ കൂട്ടരുത് എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കും? അത് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ ഇത് നമ്മൾ അനുവദിച്ചാൽ പിന്നീട് ഇത്തരം കാര്യങ്ങൾ സഭയ്ക്കകത്ത് ആവർത്തിക്കും. അതുകൊണ്ട് ഇത് മുളയിലേ നുള്ളിക്കളയണം, അങ്ങനെയുള്ളവനെ ഒഴിവാക്കണം, അങ്ങനെയുള്ളവൻ നമ്മുടെ കൂടെ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ കൃത്യമായിട്ട് അടുത്ത പാരഗ്രാഫ് 9-ാമത്തെ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ, ദുർനടപ്പുകാരോട് സംസർഗം കരുതെന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷേ അത് ലോകത്തിലെ ദുർനടപ്പുകാരോടല്ല. ലോകത്തിൽ പല ദുർനടപ്പുകാരുണ്ട്. അങ്ങനെ അവരോട് സുവിശേഷം അറിയിക്കേണ്ട, അവരോട് സഹകരിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടും ഈ ദൈവത്തിൻ്റെ സുവിശേഷം, ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ ഒക്കില്ല. എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ട ഒരുത്തൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നെങ്കിൽ അവനോട് സംസർഗം അരുതെന്നാണ്. അപ്പോൾ അതാണ്, അല്ലാതെ പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കൊരു കാര്യവുമില്ല. പുറത്തുള്ളവനെ നമ്മൾ ഈ സുവിശേഷം മറ്റു കാര്യങ്ങൾ അറിയിച്ചിട്ടില്ലല്ലോ, അവനിത് അറിയില്ലല്ലോ പാടില്ല എന്നുള്ളത്. അപ്പോൾ പാടില്ല എന്ന് അറിയുന്ന ഒരുവൻ അത് അറിഞ്ഞു വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ അവനെ ഉപദേശിക്കണം ഒക്കെ വേണം. പക്ഷേ ഉപദേശിച്ചിട്ടും അവനത് തന്നെ തുടരുകയാണെങ്കിൽ പിന്നെ അവനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. അവനെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ അകത്തുള്ളവരെല്ലോ വിധിക്കുന്നു, പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. അവരുടെ കാര്യം ദൈവം നോക്കിക്കോളും. അപ്പം അതുകൊണ്ട് ആ ദുഷ്ടനെ ആരാണ്? ഈ അപ്പൻ്റെ ഭാര്യയോട് കൂടി, സ്വന്തം മാതാവല്ല, അപ്പൻ 2-ാമതോ 3-ാമതോ വിവാഹം കഴിച്ച മറ്റൊരു സ്ത്രീയാണ്. അപ്പം അങ്ങനെ ചെയ്ത ഈ വിശ്വാസിയായിരിക്കുന്ന അയാളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവൻ. ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പൗലോസ് അപ്പോസ്തലന് അത് ദൈവീക കാര്യമാണ്. പണ്ടും അങ്ങനെ തന്നെ. പണ്ട് ക്രിസ്തുവിനെ അറിയാതെ നടന്ന കാലത്തും ഉള്ള ശുഷ്കാന്തിയുടെ കാര്യത്തിൽ ഒരു കുറവും പൗലോസ് അപ്പോസ്തലനില്ല, കുറവും വരുത്തിയിട്ടില്ല. അത് ചെയ്തത് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത കാലത്ത് പോലും താൻ ചെയ്തത് പൂർണ്ണമായ വിശ്വാസത്തിലും ഉറപ്പിലുമാണ് അന്ന് ആ കാര്യങ്ങൾ ചെയ്തത്. ഇന്ന് ക്രിസ്തുവിനെ അറിയുകയും ദൈവിക പദ്ധതി അറിയുകയും താൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിലും പൗലോസ് അപ്പോസ്തലൻ്റെ ശുഷ്കാന്തിയെ സംബന്ധിച്ച് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലുള്ള ആത്മാർത്ഥതയിൽ ഒരു കുറവും പൗലോസ് അപ്പോസ്തലൻ്റെ വ്യക്തിയിലുള്ള ആ നല്ല ക്വാളിറ്റി ഒരിക്കലും മാറുന്നില്ല. അത് ആളുകൾ കളിയാക്കിയാലും ശരി തന്നെ, ആളുകൾ തല്ലിയാലും ശരി തന്നെ, ദൈവത്തിനും ക്രിസ്തുവിനും പ്രസാദകരമായി ജീവിക്കുക. അത് ദൈവത്തെക്കാളും ക്രിസ്തുവിനാണ് കൂടുതൽ. ക്രിസ്തുവാണ് നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത്, യേശുവാണെന്ന് പറയുന്നത്. അപ്പോൾ യേശു എന്നോടൊപ്പം സംസാരിച്ചു എന്നുള്ളതാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ മരിക്കുന്നവരെയും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ക്രിസ്തു, ദൈവത്താൽ അയക്കപ്പെട്ട ക്രിസ്തുവിനെ അത് ഹൃദയത്തിലും ശരീരത്തിലും തലയിലും
തൻ്റെ ജീവിതത്തിൽ ആകമാനം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പൗലോസ് അപ്പോസ്തലനാണ്. അതുകൊണ്ട് ആളുകളുടെ നിന്നയും പരിഹാസവും പൊക്കം കുറഞ്ഞവനാണ്, തടിച്ചതാവുള്ളവനാണ്, വീക്കനാണെന്നോ എന്ത് പറഞ്ഞാലും അതൊന്നും വിഷയമുള്ള കാര്യമല്ല. കാണാൻ കൊള്ളൂല, ഉരുണ്ടവനാണ്, തടിച്ചവനാണ്, എന്ത് വേണേലും ആളുകൾ പറഞ്ഞോട്ടെ, എനിക്കതൊന്നും സാരമില്ല എന്നുള്ളത്. അതല്ല പൗലോസ് അപ്പോസ്തലൻ്റെ ഫോക്കസ് എന്നുള്ളതാണ്. ആ ഫോക്കസിലേക്ക് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം, വിവാഹം കഴിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് താല്പര്യമില്ല, ഒറ്റയ്ക്ക് നടക്കുന്നതിന് കൂടുതൽ ക്രിസ്തുവിന് വേണ്ടി എരിയുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് ആഞ്ഞ് നടക്കുന്ന ഓടുന്ന മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. അതിൻ്റെയൊക്കെ ഒരു ചെറിയ അംശമെങ്കിലും നമുക്ക് ആകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ 3ാമത്തെ സെഷനും അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.